മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. ഉത്തരകാശിയിലെ ധാരാലി ഗ്രാമത്തിൽ മേഘവിസ്ഫോടനത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ രക്ഷാദൌത്യം ദുഷ്കരമാണ്. 60-ലധികം പേർ മണ്ണിനടിയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം. 8 സൈനികരെയും കാണാതായിട്ടുണ്ട്. 4 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. 4 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ സേനാ വിഭാഗങ്ങളും ഹെലികോപ്റ്ററുകളും ഇന്ന് ഉത്തരകാശിയിലെത്തും. PR അരവിന്ദ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അരവിന്ദ്, ഇനിയും നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എത്ര പേരെ കാണാതായി എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഇന്നത്തെ രക്ഷാപ്രവർത്തനം തുടങ്ങിയോ? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ജിന, എന്തായാലും പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിനെ ഗുരുതരമായി തന്നെ ബാധിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ നിരവധി സംഘങ്ങൾ ഈ ധാരാലി ഗ്രാമത്തിലേക്ക് എത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇടവിട്ടുള്ള മഴയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കാലാവസ്ഥ, പ്രതികൂലമായ കാലാവസ്ഥയും ഇത് മുന്നോട്ട് പോകുന്നത് മെല്ലെയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. NDRF, സൈന്യം, അതുപോലെ തന്നെ SDRF അടക്കമുള്ള സംഘങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ITBPയുടെ സംഘങ്ങളും ഇന്നലത്തോടുകൂടി എത്തിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ സംഘങ്ങൾക്ക് ഇങ്ങോട്ട് എത്തുവാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ നേരിടുകയാണ്. കാരണം ഈ ധാരാലി ഗ്രാമത്തിലേക്കും ഹർഷിലേക്കുമുള്ള റോഡുകൾ പൂർണ്ണമായും ഒലിച്ചുപോയൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഉത്തരകാശിയിൽ നിന്നും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ നിന്നെല്ലാം ഈ മേഖലയിലേക്ക് എത്തണമെങ്കിൽ 2 വഴിയുണ്ട്. പക്ഷേ ആ 2 വഴിയിലെ റോഡുകളിലും പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ വൈകുകയാണ്. എന്തായാലും ഇതെല്ലാം മറികടന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ധാരാലി ഗ്രാമത്തിലേക്ക് കൂടുതൽ സംഘങ്ങളെ എത്തിക്കുവാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ധാരാലി ഗ്രാമം എന്ന് പറയുന്നത് പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു നിലയിലാണുള്ളത്. ഇന്റർനെറ്റോ അതുപോലെ തന്നെ മൊബൈൽ സേവനങ്ങളോ അവിടെ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് സാറ്റലൈറ്റ് ഫോണുകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആശയവിനിമയത്തിന് വേണ്ടി സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആംബുലൻസുകളും അതുപോലെ തന്നെ നമുക്ക് വ്യക്തമായത് ഒരുപാട് വീടുകളും കെട്ടിടങ്ങളും ഒറ്റപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ സ്വാഭാവികമായും ആളുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ അവരെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒറ്റപ്പെട്ട ആൾക്കാരെ സുരക്ഷിത സ്ഥലത്തേക്ക് ഇന്നലെ മാറ്റാൻ സാധിച്ചിരുന്നു. 130-ലധികം പേരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയതായാണ് ഉത്തരാഖണ്ഡ് സർക്കാർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ മണ്ണിനടിയിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ എത്ര പേരായിരുന്നു ഈ അപകടം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പരിശോധനകൾ തുടരുകയാണ്. 4 പേരുടെ മരണം മാത്രമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് ഇന്നലെ വന്ന കണക്കാണ്. പക്ഷേ നമ്മൾ ആ ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. നിരവധി പേർ ഈ മിന്നൽ പ്രളയം വരികയും ആ വെള്ളത്തിൽ ഉള്ളിൽ അകപ്പെട്ടു പോകുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൃത്യമായ ഒരു കണക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നാൽ മാത്രമായിരിക്കും ഈ അപകടത്തിന്റെ വ്യാപ്തി സംബന്ധിച്ചിടത്തൊരു വ്യക്തത നമുക്ക് പറയുവാൻ സാധിക്കും. നിലവിൽ 60 പേരെ കാണാതായിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ആ സൈനിക ക്യാമ്പ് അടക്കം ഒലിച്ചു പോയിട്ടുണ്ട്. അവിടെ 8 മുതൽ 10 സൈനികരെ വരെ കാണാതായെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഹെലിപാഡുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ധാരാലി ഗ്രാമം പൂർണ്ണമായും ചെളി നിറഞ്ഞൊരു അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചെളി അടക്കം മാറ്റിയതിനു ശേഷം മാത്രമായിരിക്കും ഒരു രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുവാൻ സാധിക്കുക. അതേസമയം ഇന്നലെ തന്നെ അവിടെ കുടുങ്ങിയ 130-ലധികം പേരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയതായി സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാക്കി നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമായാൽ ഹെലികോപ്റ്ററുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഉത്തരാഖണ്ഡിലെ മറ്റിടങ്ങളിലും വലിയ രീതിയിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം കനത്ത മഴ തുടരുകയാണ്. എല്ലാ മേഖലയിലും ഈ ധാരാലി അടക്കമുള്ള എല്ലാ മേഖലയിലും കനത്ത മഴ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലിനും അതുപോലെ തന്നെ മിന്നൽ പ്രളയത്തിനടക്കം സാധ്യത നിലനിൽക്കുന്നു. കനത്ത ജാഗ്രത നിർദ്ദേശവും അതുപോലെ തന്നെ റെഡ് അലർട്ട് അടക്കം ഉത്തരാഖണ്ഡിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം. ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയിലേക്ക് യാത്രകൾ ഒഴിവാക്കണമെന്ന് തന്നെയാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ധാരാലി ഗ്രാമത്തിലേക്ക് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ എത്തുന്നതിന് വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വേഗതയിൽ അവർക്ക് അങ്ങോട്ട് എത്തുവാൻ സാധിക്കില്ല. കാരണം പല റോഡുകളടക്കം തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ പ്രതികൂല സാഹചര്യങ്ങളും അതുപോലെ തന്നെ പ്രതികൂലമായി നിൽക്കുന്ന കാലാവസ്ഥ അടക്കം മറികടന്നുകൊണ്ട് അവിടെ എത്തി അവിടെ കുടുങ്ങിക്കിടക്കുന്ന ബാക്കിയുള്ളവരെ കൂടി രക്ഷപ്പെടുത്തുവാൻ തന്നെയാണ് ഇപ്പോൾ ശ്രമങ്ങൾ തുടരുന്നത്. 160ഓളം സൈനികരാണ് ഇപ്പോൾ അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുന്നത്. ITBPയുടെ 16-അംഗ സംഘം നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും പര്യാപ്തമല്ല. കാരണം എത്ര പേരാണ് ഇതിൽ കുടുങ്ങിക്കിടക്കുന്നതെന്ന് കൃത്യമായ ഒരു കണക്കില്ല. കാരണം ആ പ്രദേശവാസികളുണ്ട്, വിനോദസഞ്ചാരികളുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്ക തുടരുകയാണ്. ഇന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി കൂടി ഈ ധാരാലി ഗ്രാമം സന്ദർശിച്ചേക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ കാലാവസ്ഥ വലിയ രീതിയിൽ പ്രതികൂലമായി തന്നെ നിൽക്കുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനം യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. അവിടെയുള്ള ധാരാലി ഗ്രാമത്തിലുള്ളവർ മഴയും അവഗണിച്ച് വ്യക്തമായ രക്ഷാപ്രവർത്തനം നടത്തുന്നു. ഇതിനോടൊപ്പം തന്നെ 130ഓളം പേരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 4 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 60ഓളം പേരെ കാണാതായെന്നുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകളാണ് നിലവിലുള്ളത്.